തീ കാണുന്നത് ഇവിടുത്തെ ഈ ഗോഡൌണിന്റെ തൊട്ടുപുറകിലുള്ള ഒരു വർക്ക്ഷോപ്പ് ഉടമയായ അജിയാണ്. അദ്ദേഹമാണ് എല്ലാവരും വിളിച്ചറിയിക്കുന്നത്. അങ്ങനെ ഫയർഫോഴ്സ് എത്തി. വർക്ക്ഷോപ്പ് അടച്ചതിൻ്റെ കിടന്നത്. അപ്പോൾ 2 മണിക്ക് ഞാൻ കിടന്ന ശേഷം അമ്മ യൂറിൻ പാസ് ചെയ്യാൻ വേണ്ടി ബാത്റൂമിലോട്ട് വന്നു. അപ്പോൾ ഞാൻ പൊട്ടണ സൗണ്ട് ഇട്ടു. അപ്പോൾ ആദ്യം ഒന്നൊരു പ്രാവശ്യം പൊട്ടി, രണ്ടാമതൊരു പൊട്ടിയപ്പോൾ ഞാൻ എന്താ നോക്കാൻ വേണ്ടി പുറത്തോട്ടിറങ്ങിയപ്പോൾ ബാഗിൽ കത്തനാണ് കണ്ടത്. അപ്പോൾ തന്നെ അമ്മേനെ വിളിച്ചിട്ട് ഓടി. ഞാൻ തന്നെ ഫയർഫോഴ്സിനെ വിളിച്ചത്. ഞാൻ ബാത്റൂമിൽ നിന്ന് വന്ന് കിടന്നു കഴിഞ്ഞപ്പം മോന് ലൈറ്റ് പോയപ്പോൾ മോൻ വന്ന് കയ്യെ പിടിച്ചു, ഇറങ്ങി ഓടി വാന്നും പറഞ്ഞ്. അപ്പം നോക്കുമ്പം നമ്മളപ്പുറം വാടകയ്ക്ക് കൊടുത്തിരിക്കണം. അതാണ് കത്ത് പിടിച്ച് ഭഗവാനെ ഏൽപ്പിച്ചിട്ട് പോകുന്നു കാത്തോളാൻ. അതുകൊണ്ട് ഭഗവാൻ കാത്തതാണ്, അതാണ് ശരിക്ക് കാത്തതാണ് ഭഗവാൻ. ഗുരുവായൂരപ്പനാണ് എൻ്റെ ഭക്തി, ഗുരുവായൂരപ്പൻ്റെ ഭക്തയാണ് ഞാൻ. സാധാരണ ഇവിടെ ലോറി കയറി വരും ഈ റെയിൽവേയുടെ ട്രാക്കൊക്കെ ആയിട്ട്. അപ്പോൾ അവർ വഴിതെറ്റി വരാൻ ആന്ധ്രക്കാരായതുകൊണ്ട് അവർ വഴിതെറ്റിയൊക്കെ വരാറുണ്ട്. അപ്പോൾ ഈ അവിടെ വന്നിട്ട് മുട്ടാറുണ്ട് ആ സ്റ്റോപ്പിൻ്റെ ബോർഡിൽ. അപ്പോൾ ഞാൻ അതാന്ന് വിചാരിച്ച് എന്താണെന്ന് അറിയാൻ വേണ്ടി ഞാൻ എണീറ്റ് നോക്കുമ്പോഴത്തേനും അവിടെ കത്തനുണ്ട്. ആ കത്തൽ കണ്ടാലും ഞാൻ അമ്മേനെ വിളിച്ച് അമ്മേനെ കൊണ്ട് കൈ പിടിച്ച് ഓടി. ഞാൻ സൊസൈറ്റിയുടെ അമ്മേനെ കൊണ്ട് ഇരുത്തി. അപ്പോൾ തന്നെ ഫയർഫോഴ്സിനെ വിളിച്ച് ഫയർഫോഴ്സ് വന്നു. എല്ലാം പെട്ടെന്ന് വന്നു. അവരുടെ നല്ല സംയോജിതമായ ഇടപെടൽ മൂലം പെട്ടെന്ന് അവർ വന്നു. പെട്ടെന്ന് തീയണയ്ക്കാനും സാധിച്ചു. അതുകൊണ്ട് വലിയ നാശനഷ്ടങ്ങളൊന്നും വന്നില്ല. ഇതൊക്കെ നമുക്ക് പോയതൊക്കെ നന്നാക്കാത്തതേ ഉള്ളൂ. അളവായ ഒന്നും വന്നില്ല. അതാണ് ഏറ്റവും വലിയ ഭാഗ്യം.